ഹലോ പ്രിയപ്പെട്ടവരെ, വെക്കേഷനൊക്കെ തുടങ്ങി എല്ലാവരും അടിച്ച് പൊളിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ എനിക്കറിയാം. അപ്പോൾ ഇതിനിടയിൽ ഞാൻ വന്നിട്ടുള്ളത് കുറേ നാളുകൾക്ക് ശേഷം ഈ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് എന്താണെന്നറിയാമോ? ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാനാണ്. അതായത് ഞാൻ മുമ്പ് താമസിച്ചിരുന്ന ഫ്ലാറ്റിൽ ഞാനൊരു ചേച്ചിയെ കണ്ടിരുന്നു. അന്ന് തന്നെ ഞാൻ വിചാരിക്കുമായിരുന്നു, ആ പുള്ളിക്കാരത്തി ഉണ്ടല്ലോ പുറത്തേക്കൊന്നും പോവില്ല, മക്കൾ സ്കൂളിൽ പഠിക്കുന്നുണ്ട്, മക്കൾ സ്കൂളിൽ പോയി വരുന്നു, ഈ ചേച്ചി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മക്കളെ പുറത്തേക്ക് വിടുന്നു, അവരെന്തെങ്കിലും ചെറിയ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരും. പിന്നെ ഇൻസ്റ്റാമാർട്ട്, ജിയോ മാർട്ട് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ എല്ലാ സാധനങ്ങളും വീട്ടിലേക്ക് എത്തുന്നു. പുറത്തുനിന്ന് വല്ല വാങ്ങിച്ച് കഴിക്കണം തോന്നിയ സ്വിഗ്ഗി ഉണ്ട്, സൊമാറ്റോ ഉണ്ട്, അതും വീട്ടിലേക്ക് എത്തുന്നു. മരുന്നുകൾ വേണമെങ്കിലും ഏതെങ്കിലും മെഡിക്കൽ ഷോപ്പിൽ ഇതുപോലെ ഹോം ഡെലിവറി സൗകര്യമുള്ള അവിടെ നിന്നൊക്കെ സാധനങ്ങൾ എത്തുന്നു. അല്ലാതെ ഈ ചേച്ചി ഒരാവശ്യത്തിനും പുറത്തേക്ക് പോവില്ല. ആകെ പുറത്തേക്ക് പോകുന്നത് സ്വന്തം വീട്ടിലേക്ക് പോകുമ്പോൾ മാത്രം പുറത്തേക്ക് പോകും, അല്ലെങ്കിൽ ഹസ്ബൻഡ് വീട്ടിലേക്ക് പോകണം. അതൊക്കെ വല്ലപ്പോഴും, മാസത്തിലൊരിക്കൽ 2 മാസത്തിലൊരിക്കലൊക്കെ വല്ലപ്പോഴും നടക്കുന്ന ഒരു കാര്യം മാത്രം. അല്ലാതെ ഒന്ന് അമ്പലത്തിൽ പോവുക എന്ന് വെച്ചാൽ ഹിന്ദുസിനൊരു ഒരു ഒരു കാര്യമാണല്ലോ, ഒരു ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ് അവർക്ക് അമ്പലത്തിൽ പോവുക എന്നുള്ളത്. ഇപ്പോൾ ക്രിസ്ത്യൻ ആണെങ്കിൽ ഒരു പള്ളിയിൽ പോവുക, അങ്ങനത്തെ പരിപാടികളൊന്നും തന്നെ ഇല്ല. അല്ലെങ്കിൽ ഒന്ന് സന്തോഷിക്കാൻ, ഒന്ന് പാർക്കിൽ പോവുക. ഞങ്ങൾ താമസിച്ചിരുന്ന പാർക്കിൻ്റെ തൊട്ടടുത്താണ്. അപ്പോൾ പാർക്കിൽ പോവുക, അങ്ങനെ ഒന്നുമില്ല. അങ്ങനത്തെ ഒരു സന്തോഷവും, സിനിമയ്ക്ക് പോവുക, അങ്ങനെ ഒരു സന്തോഷവും ഇല്ലാത്ത ഒരാൾ. അപ്പം ഞാൻ വിചാരിച്ചിരുന്നു, എന്താ ഇങ്ങനെയൊക്കെ. ഇങ്ങനെ ഞങ്ങളാണെങ്കിലോ, ഞാനും ജിഷുവും 24 hours പുറത്താണ്. കാരണം എന്താ, ഞങ്ങളെപ്പോഴും പാർക്കിൽ പോവും, സൈക്കിൾ ഓട്ടാൻ പോവും, അങ്ങോട്ട് പോവും ഇങ്ങോട്ട് പോവും. ഞാനും ജിഷുവും 24 മണിക്കൂർ എപ്പോഴും പുറത്താണ്. അപ്പം ഞങ്ങളിങ്ങനെ ഇറങ്ങുമ്പോഴും ആ ചേച്ചി ഇങ്ങനെ ചോദിക്കാറുണ്ട്, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്, ഇവർക്ക് ഇതിന് മാത്രം എങ്ങോട്ടാണ് പോകാനുള്ളതെന്ന് ആ ചേച്ചി എന്നെക്കുറിച്ച് തിരിച്ചും സംശയിക്കുന്നുണ്ടാവും കേട്ടോ. എന്നിട്ട് ഞാനിപ്പോൾ ഇവിടെ മറ്റൊരു ഫ്ലാറ്റിലേക്ക് താമസം മാറ്റിയപ്പോൾ ഉണ്ടല്ലോ, ഇവിടെ മിക്കവരും അങ്ങനെയാണ്. ഇവിടുത്തെ ആരും തന്നെ പുറത്തേക്ക് പോകുന്ന ഒരു ലക്ഷണമേ ഇല്ല. ഒരൊറ്റ മദേഴ്സിനെ ഞാൻ പുറത്തേക്ക് കണ്ടിട്ടില്ല. എല്ലാ കുട്ടികളൊക്കെ പുറത്തിറങ്ങി കളിക്കുന്നതൊക്കെ കാണുന്നുണ്ട്. പക്ഷെ അമ്മമാരാരും പുറത്തേക്ക് ഇറങ്ങുന്നുമില്ല, ഒരാളെയും പുറത്തേക്ക് കാണില്ല. നമ്മളവിടെ പോയി ബെല്ലടിച്ച് സംസാരിച്ചാലേ അമ്മമാരെ കാണാൻ പറ്റുള്ളൂ. അമ്മമാർക്കുള്ള ആകെയുള്ളൊരു എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർ ടെറസിൽ ഡ്രസ്സ് ഇടാൻ പോകുമ്പോൾ അവർ തമ്മിൽ കാണും, എങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. അത് മാത്രമാണ് അവർക്കുള്ളൊരു എക്സസൈസ്. മറ്റുള്ളവർ പുറത്തുള്ളൊരാളുമായിട്ടുള്ള സോഷ്യലൈസിങ് എന്ന് പറയുന്നത് അത് മാത്രമാണ് നടക്കുന്ന കേരളത്തിലാണ് കേട്ടോ. അപ്പോഴാണ് ഞാൻ പൊതുവെ ഇതിനെക്കുറിച്ചൊരു സർവേ നടത്തി നോക്കിയത്. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഇതിൽ പല അമ്മമാരും വർക്കിംഗ് ആണ്, വർക്ക് ഫ്രം ഹോമുള്ള എടുത്തിട്ടുള്ള അമ്മമാരുണ്ട്. ചിലരുടെ ഹസ്ബൻഡ് പുറത്താണ്, നാട് പരിചയമില്ല, വലിയ നാട് പരിചയമില്ലാത്തതുകൊണ്ടാണ് ഇവർ പുറത്തിറങ്ങാത്തത്. പക്ഷേ ഇങ്ങനെ ഈ കൺഫൈൻമെൻറ്റ് കൊണ്ട്, ഇങ്ങനെ ഈ 4 ചുവരുകൾക്കുള്ളിൽ നിൽക്കുന്നത് കൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ വരാം എന്ന് നിങ്ങൾ എന്തുകൊണ്ടാണ് ചിന്തിക്കാത്തത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്താണ് സംഭവം എന്നറിയാമോ? നമ്മൾ ഈ 4 ചുമരുകൾക്കുള്ളിലിരിക്കുമ്പോൾ നമ്മൾ തനിയെ വളരെ 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 ഡിപ്രസ്ഡ് ആവും. നമുക്കാകെ നമ്മുടെ ഉള്ളിലേക്ക് മാത്രം നോക്കാനുള്ളൂ. അത് നമ്മളൊട്ട് ചെയ്യൂല, നമ്മളൊരിക്കലും നമ്മളെ സ്നേഹിക്കില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 3 പേരുടെ പേര് പറയാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? എൻ്റെ ആദ്യത്തെ മോൻ, രണ്ടാമത്തെ മോൻ, മൂന്നാമത്തെ മോനില്ലെങ്കിൽ ഹസ്ബൻഡ്, അല്ലെങ്കിൽ അച്ഛൻ, അമ്മ, ബ്രദർ, സിസ്റ്റർ, ഇങ്ങനെയൊക്കെ പറയും. നമ്മൾ ഒരിക്കലും ഈ ഫസ്റ്റ് 3ൽ നമ്മൾ ഉൾപ്പെടുത്താറില്ല. നമ്മളൊരിക്കലും നമുക്ക് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല എന്ന് നമുക്കൊക്കെ അറിയാലോ. അതുകൊണ്ട് തന്നെ ആരും തന്നെ സെൽഫ് ലവ് ചെയ്യുന്നില്ല. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല, അവർ മനസ്സിലാക്കുന്നില്ല. നമ്മൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. മിനിമം വിറ്റമിൻ ഡി എങ്കിലും നമുക്ക് കിട്ടുമെന്ന് നമ്മളെപ്പോഴും ആലോചിക്കുക. നമ്മളെല്ലാ ദിവസവും പറ്റുകയാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങണം, അല്ലെങ്കിൽ വീക്ക്ലി വൺസ് എങ്കിലും നമ്മൾ എന്തെങ്കിലും കാര്യത്തിന്. എനിക്കിപ്പോൾ പുറത്തിറങ്ങേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവരും പറയുന്ന കാര്യം അതാ. ഇപ്പോൾ നമ്മുടെ അമ്മമാരായാലും ചെറിയമ്മമാരായാലും ആൻറ്റിമാരായാലും കുറച്ച് ഒരു പ്രായമൊക്കെ ആയിക്കഴിഞ്ഞാൽ അവർക്ക് വേറെ ഒരു ആവശ്യമില്ല. എന്തിനിപ്പോൾ പുറത്തിറങ്ങേണ്ട ആവശ്യമൊന്നുമില്ല, അതുകൊണ്ട് അവർ പുറത്തേക്ക് ഇറങ്ങില്ല. പുറത്തേക്ക് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ സ്വന്തം തൊടിയിൽ ഇങ്ങനെ നടക്കുന്നതിനല്ല കേട്ടോ പറയുന്നത്. ചിലർക്ക് നല്ലോണം പറമ്പൊക്കെ ഉണ്ടാവും, അവിടെയൊക്കെ നടക്കുന്നുണ്ടാവും. ഞാൻ ഇറങ്ങണ്ടല്ലോ, വിറ്റാമിൻ ഡി ഒക്കെ നല്ലോണം കിട്ടുന്നുണ്ട് എന്ന് പറയുന്നവരുണ്ടാവും. പക്ഷേ അങ്ങനെയുള്ള പുറത്തേക്ക് ഇറങ്ങലല്ല, നമ്മുടെ പ്രെമിസസ് വിട്ട്, നമ്മുടെ വീട്, നമ്മുടെ ഫ്ലാറ്റ്, നമ്മുടെ വീടിൻ്റെ ഗേറ്റിൻ്റെ പുറത്തേക്ക് ഇറങ്ങുക എന്നുള്ളതാണ് എനിക്ക്
പറയാനുള്ളത്. ഇപ്പോൾ ചില അമ്മമാരുണ്ട്, തീരെ വയ്യാത്ത ആളുകളുണ്ടാവും. അവർക്കിപ്പോൾ പുറത്തേക്ക് ഇറങ്ങി നടക്കാനൊന്നും ഞാൻ പറയുന്നില്ല. അവർക്കിപ്പോൾ എല്ലായ്പ്പോഴും പുറത്തേക്ക് അങ്ങനെ സ്വന്തം ഇഷ്ടത്തിന് ഇറങ്ങി നടക്കാനൊന്നും പറ്റിയെന്ന് വരില്ല. നടക്കുമ്പോൾ വീണു പോകുന്നവരുണ്ടാവും. അവരൊന്നും വേണമെന്നില്ല. അവർക്കൊക്കെ ഒരു കെയർ ഗീവറുടെ സഹായത്തോടു കൂടി തന്നെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. എന്നാലും അവരായാലും ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നമ്മളെപ്പോഴും ശ്രമിക്കണം. കാരണം നമ്മൾ ഈ വീടിൻ്റെ ഉള്ളിൽ വർക്ക് ഫ്രം ഹോമൊക്കെ എടുത്ത് വീടിൻ്റെ ഉള്ളിൽ തന്നെ ചടഞ്ഞിരിക്കുമ്പോഴുണ്ടാവുന്ന ഒരു കാര്യം എന്താണെന്നറിയോ, നമ്മൾ ഭയങ്കരമായിട്ട് മടി പിടിച്ചു പോകും. ഭയങ്കര സെൽഫ് മോട്ടിവേഷനും ഒക്കെ ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ അതൊക്കെ ഓവർകം ചെയ്ത് നടക്കാൻ പറ്റുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ ഇല്ല. കാരണം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഈ 4 ചുവരുകൾക്കുള്ളിൽ ഇരുന്ന് ഇവിടുത്തെ വീട്ടിലെ സാധനങ്ങൾ മോടി പിടിപ്പിച്ചിരുന്ന് നമ്മൾ ശരിക്കും തുരുമ്പെടുത്തു പോവും. നമ്മൾ പുറത്തേക്ക് ഇറങ്ങുക, ഒന്ന് നല്ലോണം ഒന്ന് മുടിയൊക്കെ ചീകി, ഒന്ന് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കിയേ. ആ ഗേറ്റിനപ്പുറത്തേക്ക് ഒന്ന് ഇറങ്ങി നടന്ന് നോക്കിയേ. വെറുതെ ഒന്ന് നടന്നു നോക്കുക നിങ്ങൾ. അല്ലെങ്കിൽ എങ്ങടെങ്കിലും ഒരു ബ്രദറിൻ്റെ വീട്ടിൽ, സിസ്റ്ററിൻ്റെ വീട്ടിൽ, അമ്പലത്തിലേക്ക്, അല്ലെങ്കിൽ എങ്ങടെങ്കിലും ഒന്ന് നടന്ന് നോക്കുക. ഇപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിലേ നിങ്ങൾ പുറത്തിറങ്ങുള്ളൂ എന്ന് നിർബന്ധമാണെങ്കിൽ വല്ല യോഗ ക്ലാസ്സിന് പോയി ചേരുക, ഇല്ലെങ്കിൽ ഒരു സൈക്കിൾ ഓട്ടാൻ പോയി ചേരുക, അല്ലെങ്കിൽ ഒരു 2 വീലർ പഠിക്കാൻ പോയി ചേരുക. എന്തെങ്കിലും ഒരു ആവശ്യം പറഞ്ഞ് പറ്റുകയാണെങ്കിൽ ദിവസവും പുറത്തേക്ക് ഇറങ്ങുക. ഈ വീടിൻ്റെ ഉള്ളിൽ ചടഞ്ഞുകൂടിയിരിക്കുമ്പോൾ ഒരുപാട് ദുഷ്ചിന്തകൾ നമ്മുടെ ഉള്ളിലേക്ക് വന്നുകൊണ്ടിരിക്കും. അതൊക്കെ നമ്മുടെ കുടുംബത്തെ ബാധിക്കും, നമ്മളെ ഭയങ്കരമായിട്ട് അത് കാർന്ന് തിന്നും. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, എല്ലാവരും വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങുക. ഈ അമ്മമാരും മാത്രമല്ല കേട്ടോ, കുറേ ജെൻസ് ഉണ്ട്. അതാണ്, കുറേ ആണുങ്ങളുണ്ട്. പണ്ട് ആണുങ്ങൾക്ക് പിന്നെയും പുറത്ത് പോയി നിന്ന് കവലയിൽ പോയി നിന്ന് സംസാരിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് കവലക്കൂട്ടങ്ങളില്ല, അങ്ങനെയൊന്നും ആരുമില്ല. അമ്പലത്തിൻ്റെ ചുറ്റും ആലിൻ്റെ അവിടെ വന്ന് സംസാരിക്കലൊക്കെ ഉണ്ടായിരുന്നു പണ്ടത്തെ ആണുങ്ങൾക്കൊക്കെ. ഇപ്പം അങ്ങനത്തെ ഒന്നും കൂട്ടങ്ങളില്ല, അങ്ങനത്തെ ഫ്രണ്ട്സ് ഗ്രൂപ്പുകളില്ല. ഫ്രണ്ട്സ് ഗ്രൂപ്പൊക്കെ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും സ്നാപ്ചാറ്റിലൊക്കെ അല്ലേ ഫ്രണ്ട്സ് ഉള്ളൂ. അല്ലാതെ റിയൽ ഫ്രണ്ട്സ് ഒന്നും ആർക്കും അധികം ഇല്ലല്ലോ. അപ്പോൾ ആരും പുറത്തേക്ക് പോകുന്നുമില്ല, ഒന്നുമില്ല. അതുകൊണ്ട് അങ്ങനെ വീടിൻ്റെ ഉള്ളിൽ തന്നെ അടഞ്ഞിരിക്കുന്ന ആൺകുട്ടികളും ഉണ്ട് കേട്ടോ. വർക്ക് ഫ്രം ഹോമുള്ള ആൺകുട്ടികൾ കുറേ പേര് വീടിനുള്ളിരിക്കുന്നുണ്ട്. പഠിച്ച് കഴിഞ്ഞ് +2 ഒക്കെ കഴിഞ്ഞിട്ട് വരെ, എന്ന് വെച്ചാൽ ഓടി നടക്കേണ്ട നല്ലോണം എനർജിയുള്ള കാലഘട്ടമാണ് അതൊക്കെ. അപ്പോൾ കളിച്ച് ഓടി നടക്കാതെ മറ്റുള്ളവരുമായിട്ട് കൂട്ടുകൂടാതെ വീടിനുള്ളിൽ ചടഞ്ഞിരിക്കുന്ന ആൺകുട്ടികളും ഉണ്ട്. അവരോടും കൂടിയാണ് പറയുന്നത്. മനുഷ്യന്മാരാരും, നമ്മളൊക്കെ സോഷ്യൽ ബീയിങ്സാണ്. നമ്മളാരും വീടിനുള്ളിൽ അടഞ്ഞു പൂട്ടിയിരിക്കരുത്. എല്ലാവരും വാതിലും തുറന്ന് പുറത്തേക്ക് ഇറങ്ങി നടക്കുക. അങ്ങോട്ട് എന്നെ ആരും വിളിച്ചില്ല, എനിക്ക് പ്രത്യേകിച്ച് എങ്ങോട്ടും പോകാനില്ല, എന്നെ ആരും ഒന്നിനും വിളിച്ചിട്ടില്ല, എനിക്ക് അങ്ങോട്ട് കല്യാണമില്ല, എനിക്ക് അടിയന്തരത്തിന് പോകാനില്ല, അതിനില്ല ഇതിനില്ല എന്ന് പറഞ്ഞ് ഇരിക്കല്ലേ. നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുക. ജസ്റ്റ് ഗോ മിങ്കിൾ വിത്ത് പീപ്പിൾ. പോയി കടയിൽ പോയിട്ട് ഒരു പാക്കറ്റ് പാല് വാങ്ങിച്ചുകൊണ്ട് വരിക, അല്ലെങ്കിൽ കടയിൽ പോയിട്ട് എന്തെങ്കിലും കഴിക്കാനുള്ള സാധനങ്ങൾ എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ചുകൊണ്ട് വരിക. അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ഇന്ന് ചെയ്യുക. അതാണ് എനിക്ക് പറയാനുള്ളത്. ഡോണ്ട് കൺഫൈൻ യുവർ സെൽഫ് ടു ദ 4 walls ഓഫ് യുവർ ഹൗസ്. നിങ്ങളെ തന്നെ റസ്റ്റ് ചെയ്യിപ്പിക്കുകയാണ്, നിങ്ങൾ തന്നെ തുരുമ്പിപ്പിക്കുകയാണ് നിങ്ങളെ തന്നെ. എനിക്കപ്പോൾ അതാണ് പറയാനുള്ളത്. ഒരുപാട് പേര്, എൻ്റെ പരിചയത്തിൽ തന്നെ ഒരുപാട് പേർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വളരെ ഹൈ ലെവലിൽ നിൽക്കുന്ന ആളുകൾ വരെ ഉണ്ട് ഇതിൽ. പുറത്തേക്ക് ഇറങ്ങില്ല, വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങേണ്ട ആവശ്യമില്ല. ഞാൻ വളരെ ബിസിയാണ്, എനിക്ക് കുറേ ഓൺലൈൻ ട്യൂഷൻ ഉണ്ട്, എനിക്ക് അതുണ്ട് ഇതുണ്ട്. രാവിലെ മുതൽ രാത്രി 10 മണി വരെയുള്ള ടൈം ടേബിൾ അവരെനിക്ക് പറഞ്ഞുതരും. ഇത്രയും കാര്യങ്ങൾ ചെയ്യാണ്ട് ഇതിനിടയ്ക്ക് എവിടെയാണ് ഷിജു ഒന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള നേരം എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, സൺഡേ എങ്കിലും, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഒന്ന് വൃത്തിയായി ഡ്രസ്സൊക്കെ ചെയ്ത് അടിച്ച് പൊളിച്ച് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി ഒന്ന് നടന്നു നോക്കിയേ. ചുറ്റും എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും അറിയാം. തൊട്ടപ്പുറത്ത് വല്ല ബിൽഡിംഗ് വന്നിട്ടുണ്ടോ എന്തെങ്കിലും അറിയാലോ. ഒന്ന് സോഷ്യലൈസ് ചെയ്ത് നോക്കി. അപ്പുറത്ത് വല്ല കട വന്നിട്ടുണ്ടെങ്കിലോ, ഇനി എങ്ങാനും നല്ല സൂഫി മന്തി കിട്ടുന്നൊരു കട അപ്പുറത്ത് വന്നിട്ടുണ്ടെങ്കിലോ, നമ്മളറിയണ്ടേ നമ്മുടെ ചുറ്റുവട്ടം നടക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഇത് ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ലേൺ ഗ്രോ വിത്ത് സ്കിപ്പ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. യൂട്യൂബിൽ, ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ എന്നെ ഫോളോ ചെയ്യാനും മറക്കരുത്. ഇൻസ്റ്റഗ്രാമിലും ഫോളോ ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ബൈ, താങ്ക് യു.